2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം എന്ന കോട്ട പിടിക്കാൻ മുന്നണികൾ തയ്യാറെടുക്കുകയാണ്. ഇത്തവണ ഇവിടുത്തെ പോരാട്ടം ശക്തവും വാശിയേറിയതുമാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാവായിരുന്ന അന്തരിച്ച ടി.കെ. രാമകൃഷ്ണനും ഇപ്പോഴത്തെ മന്ത്രിയുമായ വി.എൻ. വാസവനും ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചവരാണ്. എന്നാൽ വി.എൻ. വാസവൻ ഇപ്പോൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. യു.ഡി.എഫിന്റെ കാര്യമെടുത്താലാകട്ടെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന വയലാർ രവിയുടെ ഭാര്യ അന്തരിച്ച മേഴ്സി രവി ഈ മണ്ഡലത്തിൽ നിന്നും എം.എൽ.എ. ആയിരുന്നു. ഇപ്പോൾ കോൺഗ്രസിലെ സീനിയർ നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോട്ടയത്തിന്റെ എം.എൽ.എ. മുമ്പ് തിരുവഞ്ചൂരിനെ LDF-ലെ ടി.കെ. രാമകൃഷ്ണൻ ഈ മണ്ഡലത്തിൽ തോൽപ്പിച്ച ചരിത്രവുമുണ്ട്. തിരുവഞ്ചൂർ ആദ്യമായി കോട്ടയത്ത് മത്സരിക്കാൻ എത്തിയപ്പോൾ അന്നത്തെ നിയമസഭാ പ്രതിനിധിയായിരുന്ന വി.എൻ. വാസവനെയാണ് പരാജയപ്പെടുത്തിയത്. ചെറിയ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് തിരുവഞ്ചൂരിന്റെ വിജയം. എന്നാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ തിരുവഞ്ചൂർ വാസവനെ തോൽപ്പിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യം അടൂർ നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അടൂർ സംവരണ മണ്ഡലമായതോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവഞ്ചൂർ കോട്ടയത്ത് ടി.കെ. രാമകൃഷ്ണനോട് മത്സരിച്ച അന്നത്തെ കോട്ടയമല്ല ഇപ്പോഴുള്ളത്. അന്ന് LDF-ന് മുൻതൂക്കം ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു ഇത്. മണ്ഡലം പുനർനിർണയത്തിൽ കോട്ടയം നിയോജക മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തോട് ചേർത്തതിനെ തുടർന്ന് ഇപ്പോൾ ഇരു മുന്നണികൾക്കും മുൻതൂക്കം അവകാശപ്പെടാവുന്ന മണ്ഡലമായി കോട്ടയം മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കി മത്സരിപ്പിക്കാൻ മൂന്ന് മുന്നണികളും ഒരുപോലെ ശ്രമിക്കും. എങ്ങനെയെങ്കിലും കോട്ടയം പിടിച്ചെടുക്കുക എന്നത് മുന്നണികളുടെ അഭിമാന പ്രശ്നമായി മാറും. UDF-ൽ വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. ഇപ്പോഴത്തെ MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. UDF-ൽ മറ്റൊരാളെയും ശക്തനായി ഉയർത്തിക്കാട്ടാനില്ല. തിരുവഞ്ചൂരിന് ജനപ്രീതിയുണ്ട്. കോട്ടയത്ത് അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. മാത്രമല്ല, കോട്ടയത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് അവിടുത്തെ ഓരോ സ്ഥലവും അദ്ദേഹത്തിന് പരിചിതമാണ്. തിരുവഞ്ചൂരിന്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയും കോട്ടയം തന്നെയാണ്. അതുകൊണ്ട് കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ തന്നെ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ മറുഭാഗത്ത് തിരുവഞ്ചൂരിനോട് മത്സരിക്കാൻ ശക്തരായ ആളുകളെയാണ് ഇരു മുന്നണികളും തേടുന്നത്. എന്നാൽ തിരുവഞ്ചൂരിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി CPM-ഉം BJP-യും ആരെ കണ്ടെത്തിയാലും അവർക്കൊന്നും പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന നേതാവല്ല തിരുവഞ്ചൂർ എന്നത്. അത്രമേൽ കോട്ടയം ജനതയുടെ മനസ്സിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നേതാവിന് ഇടമുണ്ട്. തിരുവഞ്ചൂരിന്റെ ജനസ്വീകാര്യതയ്ക്കൊപ്പം സർക്കാരിനെതിരെയുള്ള ജനകീയ വികാരം കൂടി ഉയർന്നു വരുമ്പോൾ UDF മണ്ഡലത്തിൽ അനായാസം വിജയിക്കുക തന്നെ ചെയ്യും.